ചില പലഹാരങ്ങളോടെ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ. അതുപോലെ നമുക്കിഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മളെ ചായക്കട സ്പെഷ്യൽ മാൽപ്പൊരി. എല്ലാ നാട്ടിലും മാൽപ്പൊരി തന്നെയാണോ ഈ ഒരു സ്നാക്കിന് പറയുന്നതെന്ന് അറിയില്ല. നമ്മളെ മലപ്പുറത്തുകാർക്ക് ഇത് മാൽപ്പൊരിയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മതിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു 4 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കോഴിമുട്ട താല്പര്യം ഇല്ലാത്തവർക്ക് അതിന് പകരമായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ തൈര് എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മൈദ താല്പര്യം ഇല്ലാത്തവർക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. സാധാരണ ചായക്കടകളിലൊക്കെ മൈദപ്പൊടി വെച്ചിട്ട് തന്നെ കേട്ടോ മാൽപ്പൊരി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കളറിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലേക്ക് ഒരു കപ്പ് ഷുഗർ സിറപ്പ് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശമാവിനേക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മാവ് നമ്മളൊരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ചുരുങ്ങിയത് ഒരു 15 മിനിറ്റെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. ഞാനിവിടെ ഒരു അരമണിക്കൂറാട്ടോ ഈ ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഈ ഒരു മാവിൽ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ഏലക്കായ ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഈ ഒരു മാൽപ്പൊരിയിൽ നന്നായിട്ട് എണ്ണ പിടിക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാൽപ്പൊരിയിൽ അധികം എണ്ണ പിടിക്കൂല കേട്ടോ. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മാൽപ്പൊരി ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടുള്ള എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പറിൽ പിടിച്ചോളും. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാൽപ്പൊരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ നാട്ടിൽ ഈ ഒരു സ്നാക്കിന് മാൽപ്പൊരി തന്നെയാണ് പേര് പറയണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.